വസ്തുതർക്കത്തെ തുടർന്ന് കോടതിയിൽ തോറ്റതിനു പിന്നാലെ 82 വയസ്സുള്ള പിതാവിനെ കൊലപ്പെടുത്തി മകൻ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ് സംഭവം. കേസ് ജയിച്ചതിനു പിന്നാലെ വീട്ടിലെത്തിയ മകൻ പിതാവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പിതാവ് ജാഫർ പട്ടേൽ കേസ് ജയിച്ചത്. മഹാരാഷ്ട്ര ഛത്രപതി സംഭാജി നഗറിൽ സ്വത്ത് കേസിൽ തോറ്റതിന്റെ വാശിയിലാണ് മകൻ സ്വന്തം പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കോടതി ഉത്തരവുമായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 82 വയസ്സുകാരൻ ജാഫർ കമറുദ്ദീൻ സയ്യിദ് പട്ടേലാണ് അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയായത്. ഒപ്പമുണ്ടായിരുന്ന മകളെയും മകൻ ആക്രമിച്ചു. ജലവിഭവ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ജാഫർ കമറുദ്ദീൻ. മകന്റെ മോശം പെരുമാറ്റം കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ജാഫർ 2 വർഷമായി കോടതി കയറിയിറങ്ങുകയായിരുന്നു. കോടതി ജാഫറിന് അനുകൂലമായി വിധി പറഞ്ഞത് റഹ്മാനെ പ്രകോപിതനാക്കി. കോടതി ഉത്തരവുമായി മകളോടൊപ്പം വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ മടങ്ങുന്ന ജാഫറിനെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തി റഹ്മാൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണം തടയാനെത്തിയ സഹോദരിയെയും പ്രതി മർദ്ദിച്ചു. പരിക്കുപറ്റിയ സഹോദരിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വത്തിന്റെ പേരിൽ അബ്ദുൽ ജാഫർ കുടുംബവുമായി നിരന്തരം കലഹത്തിലായിരുന്നതിനാൽ ജാഫർ കുറച്ചുകാലമായി പൂനെയിലെ മകളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് റഹ്മാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.